പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ ഷാരോണിനെ ക്രൂരമായി കൊല ചെയ്ത ഗ്രീഷ്മ ചേച്ചി കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് താൻ മാതാപിതാക്കളുടെ ഏക മകളാണ്, അതുകൊണ്ട് ശിക്ഷയിൽ ഇളവ് കൊടുക്കണം. അതുപോലെ താൻ റാങ്ക് ഹോൾഡറാണ്, അതുകൊണ്ട് പഠിക്കുവാൻ കൂടുതൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് ശിക്ഷയിൽ ഇളവ് നൽകണമെന്നൊക്കെ. എൻ്റെ പൊന്നുമുത്തേ, നീ ഒരാളെ ക്രൂരമായി കൊല ചെയ്യുന്നതിന് മുമ്പ് ആലോചിച്ചില്ലേ? നീ മാതാപിതാക്കളുടെ ഏക മകളാണെന്നും പഠിക്കുവാൻ വലിയ മിടുക്കിയാണ്, ഇനി പഠിച്ച് ഉയരങ്ങളിൽ എത്തേണ്ട ആളാണെന്നുമൊക്കെ. അതെല്ലാം കഴിഞ്ഞ് ഒരുത്തനെ ട്രയൽ അടിച്ച് കൊന്നിട്ട്, കാരണം ട്രയൽ ചെയ്തിട്ടാണ് കൊന്നത് എന്ന് പറയാം. കാരണം ആദ്യം പാരസെറ്റമോൾ ജ്യൂസിൽ കലക്കി കൊടുത്തു. അപ്പോൾ കയ്പ് അധികമായതുകൊണ്ട് ഷാരോൺ കുടിച്ചില്ല, അവൻ തുപ്പിക്കളഞ്ഞു. അപ്പോൾ നിനക്ക് മനസ്സിലായി ഈ മധുരമുള്ള കാര്യങ്ങളിൽ വിഷം കലക്കിയാൽ പെട്ടെന്ന് പിടിക്കും, കാരണം അതിൽ രുചി വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് നീ കഷായം തിരഞ്ഞെടുത്തു, അതിൽ കീടനാശിനി കലക്കി കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ക്രിക്കറ്റും ഫുട്ബോൾ മാച്ചും ഒക്കെ കളിക്കാൻ പോകുന്നതിന് മുമ്പ്, അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാൻ പോകുന്നതിന് മുമ്പ് ദേശീയ ടീമും അന്തർദേശീയ ടീമും ഒക്കെ ഒരു ട്രയൽ മാച്ച് കളിക്കുന്നത് പോലെ നീ ആദ്യം ട്രയൽ ചെയ്തു പൊന്നുമോളെ. ആദ്യം നീ ജ്യൂസിൽ പാരസെറ്റമോൾ കലക്കി ട്രയൽ ചെയ്തു. അതിൽ വിജയിക്കാതിരുന്നപ്പോഴാണ് നീ കഷായത്തിൽ കീടനാശിനി കൊന്നത്. അത്രമേൽ ട്രയൽ ചെയ്തിട്ടാണ്, അത്രമേൽ കണ്ണിങ് ആയിട്ടാണ് നീ കൊന്നത്. മാത്രമല്ല നിൻ്റെ സെർച്ച് ഹിസ്റ്ററിയൊക്കെ കോടതിയിൽ ഹാജരാണ്. എങ്ങനെ കൊല്ലാം, കീടനാശിനി എത്രത്തോളം അളവ് കഷായം ചേർക്കാം, എല്ലാം സെർച്ച് ചെയ്തിട്ടാണ് കൊന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇതിനേക്കാളൊക്കെ ഏറെ പരിതാപകരം, നിന്നെ കണ്ടാൽ അപ്പോൾ ചവിട്ടിക്കൊല്ലാൻ തോന്നുന്ന ഒരു കാര്യം, ഒരു ജോത്സ്യൻ പറഞ്ഞ കാര്യം നീ വിശ്വസിച്ചിരിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഏതോ ജോത്സ്യനെ നീ കാണാൻ പോയപ്പോൾ പറഞ്ഞു അത്രേ, ആദ്യം നിന്നെ കല്യാണം കഴിക്കുന്ന ആൾ മരിച്ചു പോകുമെന്ന്, രണ്ടാമത് കല്യാണം കഴിക്കുന്ന ബന്ധമേ നിലനിൽക്കുമെന്ന്. അതുകൊണ്ട് നീ ഷാരോണിനെ കല്യാണം കഴിച്ചു ആരും അറിയാതെ. എന്നിട്ട് അവനെ പതുക്കെ വകവരുത്തി, നിന്റെ സ്നേഹത്തിൽ വിശ്വസിച്ച ഒരുത്തനെ പതുക്കെ വകവരുത്തി രണ്ടാമത് കല്യാണാലോചനയും വന്ന പട്ടാളക്കാരനോടൊപ്പം, ഏതോ ഉന്നതകുലജാതനായ പട്ടാളക്കാരനോടൊപ്പം സുഖമായി ജീവിക്കുവാൻ വേണ്ടി നീ ജാതകത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ആദ്യ ഭർത്താവ് കല്യാണം കഴിച്ചാൽ മരിച്ചു പോകുമെന്ന ജാതകത്തിൽ വിശ്വസിച്ചുകൊണ്ട് പാവം ഷാരോണിനെ ആരും അറിയാതെ കല്യാണം കഴിച്ച് വിഷം കൊടുത്തു കൊന്നു. എന്നിട്ട് നീ രണ്ടാമത് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുവാൻ തീരുമാനിച്ചു. ക്രൂരതയല്ലേ മോളെ? അതുകൊണ്ട് കോടതി തരുന്ന പരമാവധി ശിക്ഷയും വാങ്ങി സുഖമായി ജയിലിൽ വടിയിടിച്ച് മുടി നരച്ച് പുറത്തു വരുന്നവരെ സുഖമായ ജയിലിൽ സുഭിക്ഷമായി ഉണ്ട് കഴിയുക. നന്ദി, നമസ്കാരം. ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക.